നമസ്കാരം. ഞാൻ അനിൽ ഗോപിനാഥ്, സിനിമ ക്യാമറമാൻ ആൻഡ് സംവിധായകനാണ്. ഞാനിങ്ങനെ ഒരു ലൈവ് വന്നിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ മലയാള സിനിമയിലെ സംവിധായകനായ, പ്രശസ്തനായ സംവിധായകനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണ സാറിനെ കുറിച്ച് ഇപ്പോൾ ഒരു വളരെ വിവാദമായൊരു വിഷയം ഉണ്ടായിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഒരു സംവിധായകൻ എന്ന നിലയിൽ എന്തെങ്കിലും പറഞ്ഞില്ല എങ്കിൽ അതെനിക്കൊരു വളരെ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരാളായി തോന്നും. അതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾ ശരിക്കും അനാവശ്യമായിട്ടുള്ള ഒരു വിവാദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് അടൂർ ഗോപാൽ സാറിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയോ മറ്റുള്ളവരെ മോശമാക്കുകയോ ചെയ്യുകയല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ മീഡിയയും മറ്റ് മാധ്യമങ്ങളും എല്ലാം കൂടി ആവശ്യമില്ലാതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞത്, മലയാള സിനിമയിലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പുതിയ പുതിയ കലാകാരന്മാരെ, പ്രത്യേകിച്ച് വനിതാ കലാകാരികളെയും പിന്നോക്കം നിൽക്കുന്ന കലാകാരന്മാരെയും മുകളിലേക്ക് കൊണ്ടുവരുന്നതിന് സർക്കാർ നൽകിയിരിക്കുന്ന സബ്സിഡി. അപ്പോൾ ആ സബ്സിഡി എങ്ങനെ അത് കൊടുക്കുമ്പോൾ ഉള്ള മാനദണ്ഡങ്ങളെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് കേട്ടപ്പോൾ, ഫുൾ അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, പറഞ്ഞതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനൊക്കെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പല ന്യൂസ് സംവിധായകരും സിനിമയിൽ വന്നിട്ട് അവർക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാർ തന്നെയാണ്. അവർ കഥ എഴുതുന്നതിലും അവർ കഥ നമ്മളോട് വിവരിക്കുന്നതിലും ഒക്കെ നല്ല ക്രിയേറ്റിവിറ്റിയാണ്. പക്ഷേ അവരുദ്ദേശിക്കുന്ന രീതിയിൽ സിനിമ എടുക്കാനുള്ള ടെക്നിക്കലി ഉള്ള ഒരു അറിവില്ലായ്മ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് ഒരു ഷോട്ട് വയ്ക്കുന്നതിനെക്കുറിച്ച്, ഷോട്ടുകളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവാറില്ല. അതവർക്ക് മിഡ് ഷോട്ടാണെന്നോ, ക്ലോസപ്പ് ഷോട്ടാണെന്നോ, അല്ലെങ്കിൽ വൈഡ് ഷോട്ടാണെന്നോ, അല്ലെങ്കിൽ സജഷൻ ഷോട്ടാണെന്നോ, ഇങ്ങനെ അവർക്ക് ഒരു ക്യാമറാമാനോട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു അറിവില്ലായ്മ, ടെക്നിക്കൽ അറിവില്ലായ്മ ശരിക്കും പറഞ്ഞാൽ പല സംവിധായകരിലും പുതിയതായി വരുന്ന പലരിലും കണ്ടിട്ടുണ്ട്. പക്ഷെ പണ്ട് കാലങ്ങളിൽ ഈ സിനിമയിൽ സംവിധാന രംഗത്തേക്കോ മറ്റേത് ടെക്നീഷ്യൻ മേഖലയിലേക്കോ വരുമ്പോഴും അവർ ആരുടെയെങ്കിലും കീഴിൽ നിന്ന് പ്രവർത്തിച്ച് നല്ല എക്സ്പീരിയൻസ് നേടിയിട്ടുള്ളവരും, അതിലെ ഭയം, നമ്മളൊരു സിനിമ എടുക്കുമ്പോഴുള്ള കുറേ എന്ത് കാര്യത്തിനും നമുക്കൊരു തുടക്കത്തിലൊരു ഭയം ഉണ്ടാവുമല്ലോ, ആ ഭയമൊക്കെ മാറി ആർട്ടിസ്റ്റുകളോടും മറ്റു ടെക്നീഷ്യനോടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഉൾഭയമൊക്കെ മാറിയിട്ട് വരുന്നവരാണ്. ശരിക്കും 10-15, ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് 10-15 വർഷം സിനിമയിൽ നിന്ന് പ്രവർത്തിച്ച് എല്ലാവരുമായിട്ട് നല്ല ബന്ധമായി നമുക്കൊരു ഉൾഭയം മാറിയിട്ടാണ് നമ്മളൊക്കെ സിനിമയിൽ, ഞാൻ ക്യാമറമാനായതും ഏകദേശം 10-60ഓളം സിനിമകൾ അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റായിട്ടും പ്രവർത്തിച്ചിട്ടാണ് ഞാൻ ക്യാമറമാനായത്. അപ്പോൾ അതേപോലെ തന്നെ അങ്ങനെ ഒരു ഉൾഭയം നമുക്കുണ്ടാവില്ല. പക്ഷെ പുതിയതായിട്ട് പെട്ടെന്ന് വരുന്ന ആൾക്കാർക്ക് ഈ ടെക്നിക്കൽ പെർഫെക്ഷൻ, ടെക്നിക്കൽ അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും സിനിമ എടുക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആശയങ്ങൾ ഏത് രീതിയിൽ പ്രകടിപ്പിക്കണമെന്ന് ഒരു ക്യാമറാമാനോടോ മറ്റൊരു ടെക്നീഷ്യൻസിനോടോ ഒക്കെ പറയാനുള്ള, ഒരു ആർട്ടിസ്റ്റിനോടോ ഒക്കെ പറയാനുള്ള ഒരു പ്രശ്നം അവർക്കുണ്ട്. പക്ഷെ അവർക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, അത് ഏത് രീതിയിൽ പറയണം എന്നുള്ളത് എക്സ്പീരിയൻസിൻ്റെ ഇല്ലായ്മ കൊണ്ടാണ്. അപ്പം അതുകൊണ്ടാണ് അടൂർ ഗോപാൽ സാർ പറഞ്ഞത്, നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ, പണ്ട് കാലങ്ങളിൽ ഒന്നുകിൽ അസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങളിലായിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച് ആയിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് പ്രാക്ടിക്കൽ വർക്ക് കിട്ടുന്നുണ്ട്. ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് പാസ്സായി അതിൻ്റെ ഇത് കഴിഞ്ഞാൽ അവരൊരു പ്രോജക്റ്റ് ചെയ്ത് കൊടുക്കണം. പ്രോജക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ അവർ ഗ്രൂപ്പായിട്ടായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ നല്ലൊരു പ്രോജക്റ്റ് ചെയ്ത് അവർ ആ തഴക്കവും പഴക്കവും ഉണ്ടാക്കിയിട്ടാണ് അവർ സിനിമയിലേക്ക് എൻട്രി ആവുന്നത്. അങ്ങനെ വരുന്നവർക്ക് പോലും പണ്ട് കാലങ്ങളിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു സിനിമയിൽ വരാൻ. എന്നുവെച്ചാൽ പ്രാക്ടിക്കൽ വർക്ക്, സിനിമയിൽ വർക്ക് ചെയ്യാൻ ഉള്ളൊരു 1-2 പടമെങ്കിലും വർക്ക് ചെയ്തിട്ടായിരിക്കും അവർ സിനിമയിൽ വരുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ പഴയ ജനറേഷനെക്കാളും സിനിമ ഭയങ്കരമായിട്ട് വളർന്നു, ടെക്നിക്കലി വളർന്നു. അങ്ങനെ വളർന്നത് കൊണ്ട്
നമുക്ക് ഏത് രീതിയിലും സിനിമ എടുക്കാമെന്നുള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമ്മളുടെ ഒരു ഉൾഭയം മാറാനും ആ ഉൾഭയം മാറിയിട്ട് നമുക്ക് ധൈര്യമായിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്യാനുമുള്ളൊരു അവസരം ഉണ്ടാക്കണമെന്നാണ് ശ്രീ അടൂർ ഗോപാൽ സാർ പറഞ്ഞത്. എന്തുകൊണ്ടും സർക്കാർ ഇത്രയും സാമ്പത്തിക സഹായം ഒരു സിനിമ എടുക്കാനായിട്ട് സ്ത്രീകൾക്കും പിന്നോക്ക വിഭാഗക്കാർക്കും നൽകുന്നുണ്ടെങ്കിൽ ഇത് അവരെ പൈസ കൊടുത്ത് സിനിമ എടുപ്പിക്കൽ മാത്രമല്ല, അവരെ നല്ലൊരു ക്രിയേറ്റീവ് വർക്കറാക്കി അവരൊരു ഭാവിയിലൊരു നല്ല വാഗ്ദാനങ്ങളാക്കി മാറ്റുക എന്നുള്ളതും ആ സർക്കാരിൻ്റെ ചുമതലയിൽപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് അടൂർ ഗോപാല സാറിനെ പോലുള്ള ഇത്രയും ജീനിയസ് ആയിട്ടുള്ള ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പറഞ്ഞത്, സർക്കാർ ഈ കൂട്ടത്തിൽ തന്നെ അവർക്ക് നല്ലൊരു ട്രെയിനിങ് കൂടി കൊടുക്കണം, അവരെ നല്ലൊരു ക്ലാസ് കൂടെ കൊടുത്ത് അവരെ കുറച്ചുകൂടി കാര്യപ്രാപ്തിയുള്ള ടെക്നിക്കൽ സൈഡിൽ കൂടി കുറച്ച് കാര്യപ്രാപ്തിയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വലിയ പഴയ മുൻകാല ഡയറക്ടറുകളുടെ കൂടെയൊക്കെ 1-2 സിനിമകൾ വർക്ക് ചെയ്യിപ്പിച്ചും അവരെ ഒരു സിനിമ കൊണ്ട് തന്നെ അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അടൂർ സാർ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിലും എനിക്കത് കേട്ടപ്പോൾ തോന്നിയത് നല്ലൊരു സജഷനായിട്ടാണ് തോന്നിയത്. കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ വരുന്ന പുതിയ പുതിയ തലമുറയിലുള്ളവർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, പക്ഷേ ടെക്നിക്കൽ അജ്ഞത ഭയങ്കരമായി കുറവാണ്. പിന്നെ അതുമല്ല, മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഈ സിനിമയ്ക്കൊരു കോഡ് വാക്കുകളൊക്കെ ഉണ്ട്. ആ കോഡ് വാക്കുകളെല്ലാം വളരെ പ്രധാനമാണ്. കാര്യം വെച്ചാൽ നമ്മൾ ഷോട്ട് വയ്ക്കുമ്പോഴും ഇപ്പോൾ മ്യൂസിക്കലി ചെയ്യുമ്പോഴും ഒരു ക്യാമറാമാനോടും ഒരു മറ്റ് ക്യാമറ അസിസ്റ്റന്റിനോടും എങ്ങനെയൊക്കെ ഒരു ടെക്നിക്കൽ പെർഫെക്ഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു സംവിധായകൻ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പറഞ്ഞു കൊടുക്കണം, ഇല്ലെങ്കിൽ പോലും ക്യാമറമാൻ ചെയ്യും. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു അറിവും കൂടി ഒരു സംവിധായകൻ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, വരും തലമുറയിൽ അല്ലെങ്കിൽ ഈ പ്രോജക്റ്റുമായിട്ട് വരുന്നവർക്ക് അവരൊരു നല്ല സിനിമ ഉണ്ടാക്കാനും ആ സിനിമയിൽ അവർക്കൊരു നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാനും കഴിയും. അത് കഴിഞ്ഞാൽ ഫർദർ അവർക്ക് ഫ്യൂച്ചറിൽ ഈ സിനിമ ഇൻഡസ്ട്രി തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇപ്പോൾ പലരും ഓരോ സിനിമ എടുക്കും, അതോടുകൂടി തീരും. സാർ പറഞ്ഞതാണ്, ഒരു സിനിമ എടുക്കും, അതോടുകൂടി തീരും, അദ്ദേഹത്തിൻ്റെ ലൈഫ് നഷ്ടപ്പെടും. സിനിമ എന്നും പറഞ്ഞ് അതിൻ്റെ പുറകെ നടക്കും. സ്വന്തമായിട്ട് കുടുംബ ജീവിതത്തിലും മറ്റു ജീവിതത്തിലും ഒരു രക്ഷയില്ലാതെ അവസാനം പട്ടിണി പലവട്ടത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനേക്കാളും ബെറ്റർ നമുക്ക് തരുന്ന കാഷിനോടൊപ്പം കുറച്ച് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കൂടി സർക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് നല്ലൊരു കലാകാരനായി നല്ലൊരു ടെക്നീഷ്യനായിട്ട് മലയാള സിനിമയിൽ നിൽക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് അടൂർ സാറിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞതിൻ്റെ അന്തസ്സത്തെ കൂടി മനസ്സിലാക്കി എല്ലാവരും ചിന്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അടൂർ സാറിനെ പോലുള്ളൊരു ഇത്രയും അവാർഡുകളും ദേശീയ അവാർഡുകളും പുരസ്കാരമൊക്കെ വാങ്ങിയ ഒരാൾക്ക് ഈ പുതിയ വരുന്ന ആൾക്കാരോട് ഈഗയോ ഒരു ജലസ്യോ ഒരു ജാതി സ്പർദ്ധയോ, ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ വിഷയം പണ്ട് കാലങ്ങളിൽ എന്തിനേയും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. ഇപ്പം അത് മാറി, ഇപ്പം ജാതിവൽക്കരിക്കുക എന്നൊരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അത് ഇത്രയും സാംസ്കാരിക കേരളത്തിന് ഒരിക്കലും ചേരുന്നതല്ല. കേരളത്തിൽ ജാതിയുടെയൊക്കെ ഇത് കഴിഞ്ഞിട്ട് വർഷങ്ങളായി. ഇപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർക്കാണ് ഒരു ജാതി സ്പർദ്ധയും. ഇതിനെ ആവശ്യമില്ലാതെ മീഡിയകൾ കുത്തിപ്പൊക്കി അവർക്ക് ചാനലിൽ പ്രോഗ്രാം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള ഈ വിഷയങ്ങൾ കുത്തിപ്പൊക്കി അടുത്തൊരു പരിപാടി കിട്ടുന്നത് വരെ ഉള്ളൂ. അടുത്ത എന്തെങ്കിലും ഒരു ഇഷ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ പരിപാടി എല്ലാം അവരുപേക്ഷിക്കും. അപ്പോൾ ഈ ചാനൽ പ്രൊമോഷന് വേണ്ടി മാത്രം, മീഡിയ പ്രൊമോഷന് വേണ്ടി മാത്രം ആവശ്യമില്ലാത്ത ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരു പ്രവണത ഇന്ന് ചാനലുകൾക്കും പത്ര മാധ്യമങ്ങൾക്കും എല്ലാവർക്കും ഉള്ള ഒരു പൊതുവായ സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് ആയതിനാൽ നമ്മൾ ഒരു വിഷയത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഉടനെ തന്നെ പ്രതികരിക്കുന്നതിനപ്പുറം അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുക. സർക്കാർ ഇത്രയും കോടി രൂപ ഒരാളിനെ വിശ്വസിച്ച് കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ ആ സർക്കാരിന് ആ പൈസ തിരിച്ച് കിട്ടുന്നതിനപ്പുറം ഇതൊരു കടമയായിട്ട് മാറ്റരുത്. സർക്കാർ ചെയ്യുന്നൊരു കടമ, ഇത് സർക്കാരിന് പറയാൻ പറ്റുന്നൊരു കടമയല്ല. അതൊരു നല്ല ഉദ്ദേശത്തോടു കൂടി നല്ലൊരു കുറേ കലാകാരന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു ഫ്യൂച്ചർ എന്നും എടുത്തു പറയാൻ പറ്റുന്നൊരു പ്രോജക്റ്റാക്കി മാറ്റണമെന്നാണ് ശ്രീ അടൂർ സാർ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ആയിരിക്കണം. അത് അങ്ങനെയല്ല ഉദ്ദേശമെങ്കിൽ പോലും അങ്ങനെയായിരിക്കണം. സർക്കാർ ഒരു 5 കുട്ടികളെ നമ്മൾ വാർത്തെടുത്താൽ 5ഉം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഒരു നിലവാരമുള്ള ആൾക്കാരായി മാറണം.
ഇന്ന് സ്ക്രിപ്റ്റ് എഴുതുന്നതിൽ പലർക്കും പല രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാവും, നല്ല തോട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പ്രായോഗികമായിട്ട് ഒരു സിനിമയാക്കി വരുന്നതിന് കുറച്ച് സ്ക്രിപ്റ്റിനപ്പുറം ഒരു ക്രിയേറ്റിവിറ്റി വേണം, അതിനൊരു ടെക്നിക്കൽ പെർഫെക്ഷൻ വേണം, ടെക്നിക്കിനെ കുറിച്ച് ധാരണ വേണം. എങ്കിൽ മാത്രമേ നല്ലൊരു പ്രോജക്റ്റ്. ഒരു സിനിമയെന്ന് പറയുമ്പോൾ സംവിധാനം മാത്രമല്ല, അതിൻ്റെ ക്യാമറ വർക്കിനെ കുറിച്ച് നല്ല ബോധം വേണം. ക്യാമറ വർക്ക് നന്നായിരിക്കണം, മ്യൂസിക് നന്നായിരിക്കണം, അതിൻ്റെ പാട്ട് പാടുന്നവർ പാട്ടുകൾ നന്നായിരിക്കണം, ഫൈറ്റ് ആണെങ്കിൽ ഫൈറ്റ് നന്നായിരിക്കണം. എല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണ് നല്ലൊരു സിനിമ ഉണ്ടാകുന്നത്. അതിൽ ഓരോ മൂമെൻറ്റും, ഒരു ട്രോളി ഷോട്ടിന് പോലും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒരു ക്ലോസപ്സിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കുന്നത് അത് ഒരു ടെക്നിക്കൽ പെർഫെക്ഷൻ വർക്ക്, പ്രാക്ടിക്കൽ വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് മനസ്സിലാവൂ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് നമുക്ക് പ്രാക്ടിക്കൽ വർക്ക് ചെയ്യുമ്പോൾ അറിയാതെ തന്നെ നമ്മളുടെ ഉള്ളിൽ അറിയാതെ തന്നെ നമുക്കൊന്നും ഒരു മുൻ പ്രൊഡക്ഷനോടുകൂടി ആവശ്യമില്ല. അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ ഇന്ന ഷോട്ട് ഇന്നതാണ്, ഇന്നത് വേണം ഇന്ന മ്യൂസിക്കിൻ്റെ ലെങ്ത് ഇത്രയാണ്, ഇത്രയും ലെങ്തിൽ നമ്മൾ മ്യൂസിക് അത് ട്രോൾ ഇട്ടാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ അത് ക്രെയിൻ ഉപയോഗിച്ചാൽ നന്നായിരിക്കും എന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ. അതൊരു ടെക്നീഷ്യന് മാത്രമേ അങ്ങനെ മനസ്സിലാക്കി സിനിമ സംവിധാനം. എന്തുകൊണ്ട് ഇന്ന് മലയാളത്തിലും തമിഴിലും മറ്റു ഭാഷകളിലൊക്കെ ക്യാമറാമാൻമാർ സംവിധായകനാകുന്നു എന്ന് വെച്ചാൽ എന്തുകൊണ്ട് അവർക്ക് ക്യാമറാമാൻ ആവുന്നുമെങ്കിൽ കുറച്ചുകൂടി ടെക്നിക്കലി പഠിച്ചാൽ മാത്രമേ അവർക്കാവാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ക്യാമറമാർക്ക് പൊതുവെ കുറച്ചുകൂടി ഈ എഡിറ്റിംഗ് സെൻസ് കൂടും, ഡയറക്ഷൻ സെൻസ് കൂടും, ക്യാമറ സെൻസ് കൂടും. അപ്പോൾ ഇത് മൂന്നും കൂടി ചേരുമ്പോഴുള്ളതാണ് സിനിമ. അതേപോലെ തന്നെ സംവിധായകനും ഒരു എഡിറ്റിംഗ് സെൻസോടുകൂടിയും ഒരു ക്യാമറ സെൻസോടുകൂടിയും സംവിധായകനായാൽ അദ്ദേഹം നല്ലൊരു സംവിധായകനായി മാറാൻ കഴിയും എന്നുള്ളത് പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വാസമാണ്. അങ്ങനെ ആയിരിക്കും, അങ്ങനെയുള്ളവരാണ് ഇന്ന് മലയാള സിനിമയിൽ നിലനിന്നിട്ടുള്ളതും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മൾക്ക് ഇതിൻ്റെ ഉദ്ദേശശുദ്ധി കൂടി മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മലയാള സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു വിഷയമുണ്ടാക്കി സർക്കാരിൻ്റെ പ്രോജക്റ്റിനെയോ മലയാള സിനിമയെ അവഹേളിക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.